തിരക്കഥയുടെ സ്ട്രക്ചർ തന്നെയാണ് ഇതിനെ വളരെ എക്സൈറ്റിംഗ് ആക്കുന്നത്. നോൺ ലീനിയർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള പല സീനുകളും നമ്മളെ ഡിസീവ് ചെയ്യുന്നു എന്നൊരു ഇല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിലുള്ള പിക്ചർ കാണുമ്പോൾ ഒരാവശ്യവുമില്ലാത്ത സീക്വൻസിനെ അനാവശ്യമായിട്ട് പ്രാധാന്യം കൊടുത്തതല്ല എന്ന് അവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അമ്പിളി രാജു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ രീതികളും പശ്ചാത്തലവും എല്ലാം കാണിക്കുന്ന ഭാഗം നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്റ്റഡി കൂടിയാണ് അവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സീരീസിൽ സംശയത്തിന്റെ നിഴലിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങളെയും ആ രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാം സീസണിൽ എനിക്ക് വർക്ക് ആകാഞ്ഞൊരു പ്രധാന സംഭവമായിരുന്നു അതിലെ കുറെ അധികം സബ് പ്ലോട്ടുകൾക്ക് ഉണ്ടായിരുന്ന പ്രാധാന്യമില്ലായ്മ. അതായത് അതിലെ പല സബ് പ്ലോട്ടുകളും ഇല്ലായിരുന്നെങ്കിലും പ്രധാന കഥയ്ക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. എന്നാൽ ഈ സീസണിലുള്ള മൾട്ടിപ്പിൾ ട്രാക്കുകളിലെല്ലാം ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഡോഗിൻ്റെ പ്രസൻസ് ഉണ്ട്. ഓരോ നായയ്ക്കും ഓരോ പേർപ്പസ് ഉണ്ട് ആൻഡ് അത് കഥയുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പോകുന്നുണ്ട്. കഥയുടെ ഓരോ ഘട്ടത്തിലും ഓരോരോ നായകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. വേണമെങ്കിൽ ഈ നായകളാണ് ഈ നരേറ്റീവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വരെ പറയാം.